ഹായ്, നമ്മൾ കുറച്ചായല്ലേ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് വിസ റിലേറ്റഡ് ആണ്. അതായത് ഇൻസ്റ്റയിലൊക്കെ അത്യാവശ്യം മെസ്സേജസ് വരുന്നുണ്ട്, വിസ ഒരുപാട് ലേറ്റ് ആണ്, അത് ഏജൻസി പറ്റിക്കുന്നതാണ്, അങ്ങനെ അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ്. അതിൽ നിന്ന് ഒരു 4 ഞാനിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജോർജിയയിലേക്ക് സ്റ്റുഡൻറ്റ് വിസ കിട്ടാൻ എത്ര ഡേയ്സ് എടുക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാൻ ലേറ്റ് ആകുമ്പോൾ അത് ക്ലാസ്സിനെ ബാധിക്കും എന്നുള്ളത്. തേർഡ് ക്വസ്റ്റ്യൻ ഇമിഗ്രേഷനിൽ ഡിപ്പോർട്ടിങ് കൂടുന്നതിൻ്റെ റീസൺസ്. ഫോർത്ത് എസ് നേരത്തെ വന്നിട്ട് ഇവിടെ ആ ടൈമിൽ പാർട്ട് ടൈം ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 4 ഒരു ഐഡിയ എടുക്കാം. സ്റ്റുഡൻറ്റ് വിസ ജോർജിയയിലേക്ക് എത്ര ഡേ എടുക്കും എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 60 ഡേയ്സ് ആണ് എംബസിയുടെ സൈഡിൽ നിന്ന് നമ്മളോട് പറയുന്നത്. പക്ഷേ 60 ഡേയ്സിൽ കിട്ടാറില്ല ഇൻ ദ സെൻസ് ഇപ്പോൾ കിട്ടുന്നില്ല. അതായത് ഇതിന് തൊട്ട് മുമ്പ് ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് സ്റ്റുഡൻസിന് വിസ ഇഷ്യൂ ആയിരിക്കുന്നത് 73 ഡേയ്സിലോ മറ്റോ ആണ്. എന്ന് വെച്ച് എല്ലാവർക്കും 73 ആവണം കിട്ടാനും പറയാൻ നമുക്ക് പറ്റില്ല. കാരണം ജോർജിയൻ എംബസി നമുക്ക് ഒട്ടും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം സംടൈംസ് 60 ഡേയ്സ്, 66 ഡേയ്സ്, 73, ചിലപ്പോൾ അതിൽ കൂടുകയും ചെയ്യാം, ചിലപ്പോൾ അതിൽ കുറയുകയും ചെയ്യാം. നമുക്കത് പ്രഡിക്റ്റബിൾ അല്ല. കുറേ പേരെങ്കിൽ മെസ്സേജ് അയച്ചിരുന്നു, ഏജൻസിക്കാർ 2 വീക്സിൽ കിട്ടും എന്ന് പറഞ്ഞു. ലൈക്ക് അത് അവരുടെ നിലനിൽപ്പിൽ പറയുന്നതാണ്. അവരുടെയും കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ല, നമ്മുടെയും കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ല, എംബസിയുടെ കയ്യിലുള്ള കാര്യങ്ങളാണ്. സോ അവർ ഇഷ്യൂ ആക്കി തരുന്നവരെ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ റിജക്ഷൻ ഇല്ലാതെ തന്നെ വിസ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. കാരണം ജോർജിയനെ സംബന്ധിച്ച് വിസ റിജക്ഷൻസ് വളരെ കുറവാണ്. ഡോക്യുമെൻറ്റ്സ് അത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒട്ടും നിങ്ങൾ പേടിക്കേണ്ട, വിസ എന്തായാലും കിട്ടും. പക്ഷേ ടൈമാണ്. അത് നിങ്ങൾ ഏജൻസിനെ എത്ര പ്രഷർ ചെയ്ത് അവരെ വെറുപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ എംബസിയുടെ കയ്യിലുള്ളതാണ്. ക്ഷമ വേണം, വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇത് ഇങ്ങനെ വരാൻ ഡിലേ ആകുമ്പോൾ അത് ക്ലാസ്സിനെ ബാധിക്കില്ലേ എന്നുള്ളത്. ഓഫ്കോഴ്സ് ഇത് ബാധിക്കും. പക്ഷേ ചില യൂണിവേഴ്സിറ്റിക്കാർ അവർ തന്നെ അതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഓരോ ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യും. അതായത് ഇവിടെ ഒരു ക്ലാസ്സിൽ ഒരു ബാച്ചിൽ 200 സ്റ്റുഡൻസിനെ വെച്ചിട്ട് ഇവർ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആക്കി തിരിക്കും. അങ്ങനെ ഒരു ഗ്രൂപ്പിനാണ് ഇവിടെ ഒരു ക്ലാസ് എന്ന് പറയാം. അപ്പോൾ 18 to 25 സ്റ്റുഡൻസ് ആകുമ്പോൾ അവരൊരു ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ എൻ്റെയൊക്കെ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞൊരു ബാച്ച് വരെ ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 സ്റ്റുഡൻസ് ആയി കഴിയുമ്പോഴേക്കും അവരൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും, അവർക്ക് ക്ലാസ് തുടങ്ങും, ആ ഒരു ടൈം ടേബിൾ അനുസരിച്ച് അവർ പോകും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സെറ്റ് ഓഫ് 24 അല്ലെങ്കിൽ 25 സ്റ്റുഡൻസ് ആവുന്ന വരെ അവർ വെയിറ്റ് ചെയ്യും. അത്രയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹെക്ടിക് ആയിരിക്കും. ഫസ്റ്റ് ഗ്രൂപ്പിനേലും സെക്കൻഡ് ഗ്രൂപ്പ് കുറച്ചും കൂടെ ഹെക്ടിക്കാവും, പിന്നത്തെ ഗ്രൂപ്പ് അതിനേലും ഹെക്ടിക്കാവും. അങ്ങനെ പോകും. അങ്ങനെ ഓട്ടോമാറ്റിക്കലി അവർ കോപ്പ് ചെയ്തെടുക്കും. കാരണം ഒരു സ്റ്റുഡൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെയോ മാത്രം പ്രശ്നമല്ല. ഇവിടുത്തെ മിക്ക യൂണിവേഴ്സിറ്റീസും മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് ഫ്രം ഇന്ത്യ. സോ അവരെ സംബന്ധിച്ച് ഫോറിൻ സ്റ്റുഡൻസിന് എല്ലാവർക്കും ഉള്ള ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ അവരെങ്ങനെയെങ്കിലുമൊക്കെ അത് കോപ്പപ്പ് ചെയ്യാറുണ്ട് മിക്ക യൂണിവേഴ്സിറ്റീസും. പക്ഷേ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസോ അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസോ ഒക്കെ ആകുമ്പോൾ ആ ഒരു കോപ്പറേഷൻ ഉണ്ടാവണമെന്നില്ല. നമ്മൾ വെയിറ്റ് ചെയ്യുക വേണം. നെക്സ്റ്റ് സെമ്മ് സ്റ്റാർട്ട് ചെയ്യുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരാറുണ്ട്. ഓക്കെ, ഇപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇമിഗ്രേഷണൽ ഡിപ്പോർട്ടിങ് ഓർ ഡിപ്പാർട്ടിങ്. ലൈക്ക് എനിക്ക് ആ വേർഡിൽ കൺഫ്യൂഷൻ ഉണ്ട്. വോട്ട് എവർ തിരിച്ച് കയറ്റി വിടുന്നുണ്ടോ? ഉണ്ട്. അതൊരു റിയാലിറ്റിയാണ്. ഇപ്പോൾ എൻ്റെ അറിവ്, ഇഫ് ഐ എം നോട്ട് റോങ്, ഒരു 30 to 38 സ്റ്റുഡൻസിനെ ഈ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ റീസൺസ് പറയുന്ന ഒന്നാമത്തെ റീസൺ ഇൻവിറ്റേഷൻ. അതായത് സ്റ്റുഡൻസ് ഇപ്പോൾ വരുമ്പോൾ ദർ കമ്മിങ് ഇൻ ഡിസംബർ, റൈറ്റ്? അപ്പോൾ പക്ഷേ ഇവർ സബ്മിറ്റ് ചെയ്യുന്ന ഇൻവിറ്റേഷൻ ലെറ്റർ എന്ന് പറയുന്നത് സെപ്റ്റംബർ ഒക്ടോബർ ബാച്ചിൻ്റെയാണ്. അപ്പോൾ ഇമിഗ്രേഷനെ സംബന്ധിച്ച് അവർ നോക്കുമ്പോൾ ഓൾറെഡി അത് ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആയതുകൊണ്ട് ഇൻവിറ്റേഷനൊക്കെ കീറിക്കളഞ്ഞു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സോ ഇൻവിറ്റേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോളേഴ്സ് ആവശ്യത്തിന് നിങ്ങളുടെ കയ്യിൽ ഇല്ലാണ്ടിരിക്കരുത്. ഒരു $600 to $1,000 ഇടയിൽ കയ്യിൽ കീപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വളരെ സേഫാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. ഇറ്റ്സ് മച്ച് മോർ ബെറ്റർ. പിന്നത്തെ റീസൺസ്, പാനിക് ആവരുത്. അതായത് ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഇവിടെ ഒരുപാട് പേര് ടൂറിസ്റ്റായിട്ട് കയറി വരും, പിന്നെ ഇവിടെ പഠിക്കും, കയറി പോവില്ല. ഇല്ലീഗലായിട്ട് നിന്ന് ഇപ്പോൾ ഒരു കലാശം എന്താ പറയുക, മറ്റേ തൂത്തുവാരി ക്ലീൻ ആക്കിയിട്ട് ഇട്ടേക്കാണ്. എല്ലാ ഇല്ലീഗലുകാരെയും കയറ്റി വിട്ടിട്ടുണ്ട് ഓൾമോസ്റ്റ്. ഇനി അവരെ കണ്ണിപ്പെടാണ്ട് കുറച്ച് പേരോട് ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാത്തടത്തോളം എല്ലാവരും അവർ കയറ്റിയിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സ്റ്റുഡൻസ് ചെറിയ വല്ല കോഴ്സിനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പേരിൽ ഇങ്ങോട്ട് എത്തിപ്പെട്ടതിന് ശേഷം തിരിച്ചു കയറില്ല. അവരുടെ ആ ഒരു വിസ പീരീഡ് കഴിഞ്ഞാലും ഇല്ലീഗലായിട്ട് ഇവിടെ സ്റ്റേ ചെയ്ത് എന്തെങ്കിലും പാർട്ട് ടൈം ഒക്കെ ചെയ്ത് കൂടാനുള്ള പരിപാടിക്ക് നിൽക്കുമ്പോൾ ആ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഇത്രയും സ്ട്രിക്റ്റ് ആക്കിയിരിക്കുന്നത്. സോ ഇമിഗ്രേഷനിൽ ഇപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. സോ അത് ചില പെർട്ടിക്കുലർ ഫ്ലൈറ്റുകളിൽ നിന്ന് വരുന്നവർക്കും ഇങ്ങനത്തെ ഇഷ്യൂ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഐ എം നോട്ട് ഷുവർ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വരുന്ന ഏജൻസി ഏതാണോ അവരോട് ഇത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവർക്ക് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും, ഓഫ് കോഴ്സ്. അവർ അത് നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് തരും. ഫ്ലൈറ്റുകളുടെ പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. ചില പെർട്ടിക്കുലർ ഫ്ലൈറ്റ്സിൽ വരുന്നവരെ കംപ്ലീറ്റ്ലി കയറ്റി വിട്ടതൊക്കെ കേട്ടിട്ടുണ്ട്. അത് ഫ്ലൈറ്റിൻ്റെ കുറ്റാണോ വന്നവരുടെ കുറ്റാണോ എന്ന് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇനി അപ്പോൾ നേരത്തെ കയറിയിട്ട് ഇവിടെ പാർട്ട് ടൈം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ.
ആ ക്വസ്റ്റ്യൻ ആൻസർ എന്താ വെച്ച് കഴിഞ്ഞാൽ ദേ ക്യാൻ, ഇത്രയും നാൾ വരെ പറ്റുമെന്നായിരുന്നു, പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് കേൾക്കുന്നുണ്ട് അങ്ങനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവരുടെ സ്റ്റുഡൻറ് സ്റ്റാറ്റസിനെ ബാധിക്കുന്നോ TRCനെ ബാധിക്കുന്നോ അതോ കയറി ചെല്ലുമ്പോൾ ഫൈൻ, അങ്ങനെ എന്തൊക്കെയോ റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ആർക്കും അതിലൊരു ഫൈൻ കിട്ടിയതായിട്ടോ ആരെങ്കിലും അതിൻ്റെ പേരിൽ കയറ്റി വിട്ടതായിട്ടോ ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഇങ്ങനെ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്, ഇങ്ങനത്തെ കയറ്റി വിടും അല്ലെങ്കിൽ ഫൈൻ കിട്ടും, ടാക്സ് അടക്കേണ്ടി വരും, അങ്ങനെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ കേൾക്കുന്നു. ഇറ്റ്സ് നോട്ട് ഷുവർ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വിസ കിട്ടിയാൽ മാക്സിമം കൊണ്ട് കയറാൻ നോക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വിസ കിട്ടി ഇവിടെ എത്തിക്കഴിഞ്ഞ് നിങ്ങൾക്കിപ്പോൾ ലൈക്ക് ഫോർ അതർ കോഴ്സസ് ടോ MBBS കുറിച്ച് അല്ല ഞാൻ പറയുന്നത്, അതർ കോഴ്സിനുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് കുറച്ച് പാർട്ട് ടൈം ഒക്കെ ഒന്ന് നോക്കി ഒന്ന് സെറ്റിലൊക്കെ ആവാനുള്ളൊരു, കാരണം അത്ര ഈസി അല്ല ഇവിടെ പാർട്ട് ടൈം കിട്ടാൻ. ഞാനൊരു വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടെ ഞാൻ പറയാണ്, ഇറ്റ്സ് നോട്ട് ഈസി. ആരും ഇവിടെ ജോലി എടുത്ത് വെച്ചിട്ടില്ല. കണ്ടുപിടിച്ച് ചിലപ്പോൾ ഒരു 10 ആൾ അന്വേഷിക്കണമെങ്കിൽ ഒരാൾക്കൊക്കെ ആയിരിക്കും ജോലി കിട്ടാം. അപ്പം അതുകൊണ്ട് അത്രയും സ്ട്രഗിൾ ഇവിടെ ഉണ്ട്. സോ അതിനുള്ളൊരു ടൈം നിങ്ങൾക്ക് വേണം. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും നേരത്തെ കയറി വരികയാണെന്നുണ്ടെങ്കിൽ TRC ഒക്കെ എടുക്കാൻ പറ്റുന്നൊരു കോളേജ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ചില യൂണിവേഴ്സിറ്റിക്കാർ TRCക്കുള്ള ഡോക്യുമെൻ്റ് കോളേജിൽ നിന്ന് തരില്ല നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാതെ. അങ്ങനെ കേട്ടോ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ തരും. സ്നോബ എന്ന് പറയുക ഡോക്യുമെൻറ്റിന്. സ്നോബ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് TRCക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ TRC അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നൊരു യൂണിവേഴ്സിറ്റി ആണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ്, സോ യു ക്യാൻ, നിങ്ങൾ വായോ, ഒരു കുഴപ്പമില്ല, വന്നിട്ട് TRC എടുക്കുക. ഒരു കുഴപ്പമില്ല ഇൻ ദ സെൻസ് ഇമിഗ്രേഷനിൽ പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഏജൻസിയായിട്ട് ക്ലിയർ ചെയ്യണം. ഞാൻ പറയുന്നത് പാർട്ട് ടൈം റിലേറ്റഡ് കാര്യം മാത്രമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ വരിക, TRCയുടെ വർക്കും പാർട്ട് ടൈമും നിങ്ങളുടെ സ്റ്റേയും ഒക്കെ ഒന്ന് കംഫർട്ട് സോണിലാക്കിയതിന് ശേഷം ക്ലാസ് തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് മേ ബി ക്ലാസ് മാനേജ് ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പാർട്ട് ടൈം അന്വേഷിക്കലും TRC അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ വർക്ക്സ് ഒരു സൈഡിൽ കൂടെയും ക്ലാസ്സും എല്ലാം കൂടെ ആയിട്ട് നിങ്ങൾ ഭ്രാന്ത് പിടിച്ച് ഓടേണ്ടി വരും. സോ അതിനേലും കുറച്ചും കൂടെ നല്ലത് എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ്, വിസ കിട്ടിയാൽ വേഗം ഇങ്ങോട്ട് പോര്. അധികം ശരിയാണ്, ഇവിടെ വന്ന എക്സ്പെൻസ് ഉണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇപ്പം നാട്ടിൽ നിൽക്കുന്നതിനേലും ഇവിടെ വരുമ്പോൾ നിങ്ങൾ ആ നിൽക്കുന്ന മന്തിൻ്റെ റെൻറ്റും ബിൽസും ഫുഡും അല്ലെങ്കിൽ അതർ എക്സ്പെൻസും എല്ലാം നിങ്ങൾക്ക് വരും, അതൊക്കെ ഉള്ളതാണ്. പക്ഷേ ക്ലാസ് തുടങ്ങിയതിന് ശേഷം ഈ പാർട്ട് ടൈമും ഇതും കൂടെ ഒക്കെ ഒന്ന് അന്വേഷിച്ച് ഓടാന്ന് പറയണത് അത് ഞാൻ അത്ര പ്രിഫർ ചെയ്യുന്നില്ല. കുറച്ചധികം കഷ്ടപ്പാടായിരിക്കും. ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പോകും, ഒന്നില്ലെങ്കിൽ പാർട്ട് ടൈം കിട്ടാത്തൊരു കണ്ടീഷൻ വരും, അല്ലാന്നാണെന്നുണ്ടെങ്കിൽ ക്ലാസ് കഴിയുന്നു പോകും. ഇത് രണ്ടും ഇല്ലാണ്ട് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാം. അപ്പം ഇതൊക്കെയാണ് എന്നോട് ചോദിച്ച മോസ്റ്റ്ലി എനിക്ക് വന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ യൂട്യൂബ് ഇതിൻ്റെ തന്നെ ഒരു കമൻറ്റ് ഇട്ടാൽ എനിക്കറിയുന്ന പോലെ മാക്സിമം ഞാൻ ക്ലിയർ ചെയ്ത് തരാം. സോ ബൈ. പിന്നില്ലേ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് എല്ലാം ചെയ്തോട്ടാ.